അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ജീവിയാണ്. അവൾക്ക് സങ്കടമാവട്ടെ സന്തോഷമാവട്ടെ പിന്നെ എല്ലാ ഫീലിങ്ങും അവൾക്ക് എക്സ്ട്രീമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ 2 ഭാഗങ്ങൾ ഒരേപോലെ വർക്ക് ചെയ്യും. സങ്കടം വന്നാലും കൂടുതൽ സങ്കടമായിരിക്കും, സങ്കടമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവൾക്ക് വരും. സന്തോഷം വരുമ്പോഴും എല്ലാ സന്തോഷങ്ങളെയും ഒരുപോലെ അവൾ മനസ്സിലേക്ക് ഓർത്തെടുക്കും അല്ലേ. ഇന്നുണ്ടായൊരു സംഭവം എങ്ങനെ അവൾ പറയാ, അതുപോലൊരു സംഭവം 10 കൊല്ലം മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് ആദ്യം പറയാ അല്ലേ അല്ലേ. അതെന്തുകൊണ്ടാ? അവൾ കണക്ട് ചെയ്യും. പണ്ടൊരു മാഷ് കല്യാണം കഴിച്ചൊരു കഥയുണ്ട്. എനിക്ക് തമാശ പറയാനൊന്നും അറിയില്ല, ചിലപ്പോൾ ഇത് തമാശയായിട്ടൊന്നും മാറൂല. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആസ്വദിച്ചാൽ മതിട്ടാ. ഇത് തമാശയാണ് ശരിക്കും, എനിക്കത് പറയാൻ കഴിയുമെന്ന് അറിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പം മാഷി കല്യാണം കഴിഞ്ഞ് പുതിയ പെണ്ണാണല്ലോ. അപ്പം അവളോട് ഒരു ദിവസം പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോളുണ്ട്, അവളുടെ നെറ്റിയിൽ നല്ല രസമുള്ളൊരു മറുകുണ്ട്, ആ മറുക് ഭയങ്കര ഭംഗിയാണ്, ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാനത് ശ്രദ്ധിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറേ കാലം കഴിഞ്ഞ് അയാൾ പെൻഷനൊക്കെ പറ്റി, റിട്ടയർഡായി. ഒരു ദിവസം രാത്രി ഇങ്ങനെ തപ്പിപ്പിടിച്ച് വരുന്ന സമയത്ത് കല്ലിൽ തട്ടിയിട്ട് ആള് വീണ്. ഭാര്യ ഓടി വന്നിട്ട് ടോർച്ചും കൊണ്ട് ഓടി വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ കല്ല് കണ്ടില്ല എന്ന് പറഞ്ഞു. മുന്നിലെ കല്ല് കണ്ടില്ല. ഉടനടി 50-40 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് നിന്നൊരു സംഭവത്തെ ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് പറഞ്ഞു, ബിന്ദുവിൻ്റെ നെറ്റിയിലെ മറുക് കാണാൻ കഴിഞ്ഞു, മുന്നിൽ എത്രയും വലിയ കല്ല് കാണാൻ കഴിഞ്ഞില്ലേ. ഇതാണ് കണക്ട്. ഇതെല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. സന്തോഷങ്ങളിലുണ്ടാവും, സങ്കടങ്ങളിലുണ്ടാവും, പരാതികളിലുണ്ടാവും, പരിഭവങ്ങളിലുണ്ടാവും, സ്നേഹത്തിലുണ്ടാവും. ഇമോഷണലാണ്, അടിമുടി ഇമോഷണൽ. അതുകൊണ്ടാണ് അവൾക്ക് അമ്മയാകാൻ കഴിയുന്നത്, അതുകൊണ്ടാണ് അവൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്, അതുകൊണ്ടാണ് അവൾക്ക് കാത്തിരിക്കാൻ കഴിയുന്നത്. അമ്മ ആശുപത്രിയിലായാൽ പോലും, ഉമ്മ ആശുപത്രിയിലായാൽ പോലും നമ്മൾ എത്ര ദിവസം ഉറക്കൊഴിക്കും? ഏറി വന്നാൽ ഒരു ദിവസം, പിറ്റേന്ന് ആരെ വിളിക്കും? പെങ്ങളെ വിളിക്കും. എന്നിട്ട് പറയും, ഇനി നീ വന്നിരിക്കടാ, എനിക്ക് പറ്റുന്നില്ല, ഉറക്കൊഴിക്കാൻ പറ്റുന്നില്ല. അവൾ എത്ര ദിവസം വേണേലും ഉറക്കൊഴിക്കും, കാത്തിരിക്കും. 9 മാസവും അവൾ അടിമുടി അമ്മയാക്കി വെച്ചിരിക്കുക അല്ലേ. അടിമുടി അമ്മയാ, അടിമുടിയാ. ചെറിയ കുഞ്ഞിന് പോലും അവൾ അമ്മയാ, പെണ്ണ. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു യാത്ര പോയിരുന്നു കേട്ടോ, ഇവിടെ കുവൈത്തില്. അപ്പോൾ അവിടെ 4 പ്രോഗ്രാമിലാണ് പങ്കെടുത്തത്. ഈ 4 പ്രോഗ്രാമിൽ ഒരേ ഡ്രസ്സാണ് ഇട്ട്, ഒരു കറുത്ത ടീഷർട്ട്, ഇതേപോലത്തെ ഒരു ടീഷർട്ട്. തേക്കൊന്നും വേണ്ടല്ലോ, അലക്കിയാൽ മതി ഇടയ്ക്കിടയ്ക്ക്, തേക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതിടുന്നേ, തേക്കാൻ മടിയായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇടുന്നത്. അപ്പോൾ കറുത്ത ടീഷർട്ടാണ് എല്ലാ ദിവസവും ഇട്ടത്. അപ്പം ഞാൻ അവിടുന്ന് തിരിച്ചു പോരുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ വെറുതെ ഇങ്ങനെ കറങ്ങുകയാണ്, അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. അപ്പം എന്നോട് നമ്മുടെ പ്രോഗ്രാം ചെയ്ത ഒരാളുണ്ട്, അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല എല്ലാ ദിവസവും ഒരു ടീഷർട്ടാണല്ലോ, ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, ഇത് ഒരേ ടീഷർട്ടാണോ അല്ല പല പല ടീഷർട്ടാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കറുത്ത വസ്ത്രവും ഇഷ്ടമാണ്, പിന്നെ ടീഷർട്ടും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇടുന്നതെന്ന്. അപ്പം എന്നോട് പറഞ്ഞു, അല്ല ഒരു സംഭവമുണ്ട്. എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞു, അദ്ദേഹം പറയാ, എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞു, അല്ല മൂപ്പര് വേറെ ഡ്രസ്സ് കൊണ്ടുവരാൻ മറന്നുപോയതാണോ, അതുകൊണ്ടിരിക്കും ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കണത്. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. കാരണം ഞാൻ ഡ്രസ്സ് വെച്ച എന്തോ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അത് മറന്നുപോയി. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ വിചാരിക്കുന്ന ആ പ്രോഗ്രാമിൽ എത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാവും, അവരൊന്നും ഇത് ആലോചിച്ചിട്ടില്ലല്ലോ. പക്ഷെ ആ സ്ത്രീ ഇല്ലേ, അവര് ഒരൊറ്റ നിമിഷം ഒരമ്മയ്ക്ക് മാത്രമേ ഇത് ചിന്തിക്കാൻ കഴിയുള്ളൂ. എൻ്റെ വസ്ത്രം ഇവിടെ ഇങ്ങനെ കീറിയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങളൊക്കെ എന്താ വിചാരിക്കുക? എന്തൊരു ലാളിത്യമുള്ള മനുഷ്യനാണ്, കീറിയ വസ്ത്രം പോലും പൊതുസദസ്സിലിടുന്നു എന്നൊക്കെയല്ലേ വിചാരിക്കുക. ഇവരെന്താ വിചാരിക്കുക? അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഞാനത് തുന്നിക്കൊടുക്കുമല്ലോ. അമ്മ. അതുകൊണ്ട് ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് ജീവിതത്തിൽ ഒരു 13 വയസ്സ് മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ, ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട്
ഒരു പെണ്ണ് അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഒരായുസ് മുഴുവനും അനുഭവിക്കുന്നത് എന്ന് ഒരു നിമിഷം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ആ കാലിൽ ഉമ്മ കൊടുക്കും. അവൾക്ക് വേണ്ടിയാണോ? അവൾക്ക് വേണ്ടിയാണോ? ഈ മനുഷ്യവംശത്തിന് വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ അവളുടെ ഔദാര്യമാണ്. അതുകൊണ്ടാണ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടല്ലാതെ ഒരു കാര്യവും പ്രവാചക തിരുമേനി ഭാര്യമാരോട് പറയില്ലായിരുന്നു. പ്ലീസ് എന്നതിന് അവിടെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ. ഇപ്പൊ ഹിറാ ഗുഹയിൽ വെച്ചിട്ട് ആണ് പ്രവാചകനാവുന്നത്. മാലാഖ വന്നിട്ട് ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പറയുകയും പ്രവാചകനാണ് എന്നറിയാം. ഭയങ്കര പേടിച്ചുപോയി. പിന്നെ മാലാഖയെ ആദ്യമായി കണ്ട എല്ലാ പേടിയുണ്ട്. അങ്ങനെ ഓടി വന്നിട്ട് എങ്ങോട്ടാ ഓടി വരുന്നത്? വീട്ടിലേക്ക് ഓടി വരുന്നത്. വീട്ടിലേക്ക് ഓടി വന്നിട്ട് ഭാര്യയോട് പറഞ്ഞൊരു വാക്കുണ്ട്. ആർക്കെങ്കിലും അറിയോ? ജമ്മിലൂനി. അറബിയാണ്. വാക്കിന് ഇത്രയും അർത്ഥമുള്ളൂ. എന്നെ പുതപ്പിട്ട് എനിക്കൊരു പുതപ്പ് തരുമെന്ന്. പനിക്കുന്നത് പോലെ തോന്നുന്നു. എനിക്കൊരു പുതപ്പ് തരുമെന്ന്. എന്ത് പുതപ്പ്? ഷീലേന്റെ പുതപ്പാണോ? ആണോ? കമ്പിളി പുതപ്പാ? അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് പോയപ്പോരെ? അവിടെയൊക്കെ പുതപ്പുണ്ടാവില്ലേ? ഈ ആളോട് വന്നത് പറഞ്ഞ എന്തിനാ? ഒരു തുണിശീല കൊണ്ട് എന്നെ പുതപ്പിക്കുന്നല്ല, നിന്റെ ഇളം ചൂടുള്ള ശരീരം കൊണ്ട് എന്നെ ഒന്ന് പുതക്കൂന്ന, എന്നൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന്. എനിക്കൊരു മനുഷ്യന്റെ ചൂട് വേണം. ആരുടേതിലും പോരാ, നിന്റേത് വേണം. എന്റെ ഭയങ്ങൾക്ക് അഭയമായി നീ മാറുകയാണ്. എന്റെ ചുടുവേനലിൽ നീ ഒരു തണലായി മാറുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ തണല്? തണലല്ലേ? തണൽ. ഓക്കെ. എന്താ വാക്കിന്റെ അർത്ഥം? ജമ്മിലൂനി എന്ന് പറഞ്ഞാൽ എന്നെ പുതക്കൂ എന്നാണ്. എന്നെ പുതക്കൂ. ആ വാക്കിലേക്കൊന്ന് ശ്രദ്ധിക്കണേ. എന്താ പറഞ്ഞ? ജമ്മിലൂനി. അറബി ഭാഷ അറിയുന്നവർക്കൊക്കെ അറിയാം. അത് എന്നെ പുതക്ക്, നീ എന്നെ പുതക്ക്, നീ എന്നെ പുതക്ക് എന്നാണ് എങ്കിൽ അങ്ങനെയല്ല പറയാ. ജമ്മിൽ നീ എന്നാ പറയാ. എന്താ പറയാ? നീ എന്നാണ് പ്രയോഗം. നീ എന്നെ പുതക്കൂ എന്നാണെങ്കിൽ ജമ്മിൽ നീ എന്നാ പറയാ. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താണ്? ജമ്മിലൂനി. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ എന്നെ ഒന്ന് പുതക്കൂ. മുന്നിൽ നിൽക്കുന്നത് അമ്മയാണ്. സ്വന്തം അമ്മ മാത്രമല്ല അമ്മ, കുഞ്ഞുങ്ങളുടെ അമ്മയും അമ്മയാണ്. അതുകൊണ്ട് ഒരു പെണ്ണില്ലേ, ഇത്രയും കൊല്ലത്തെ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്. എനിക്ക് അനിയത്തിയില്ല. എൻ്റെ വീട്ടിൽ ഉമ്മ മാത്രമേ പെണ്ണായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ഇത്താത്തുണ്ട്, പക്ഷെ അവൾ നേരത്തെ കല്യാണം കഴിഞ്ഞു പോയി. ഒരു പെണ്ണ്, ഒരു അനിയത്തി എന്താന്ന് അവളുടെ വളർച്ച ഒന്നും എനിക്ക് കിട്ടിയില്ല, കണ്ടിട്ടില്ല ഞാൻ. പല കാര്യങ്ങൾ കല്യാണത്തിന് ശേഷമാണ് അറിയണത് പോലും. സ്ത്രീകൾ അനുഭവിക്കുന്ന ഓരോ മാസവും അനുഭവിക്കുന്ന കാര്യങ്ങൾ പോലും ഞാൻ അറിയുന്നത് കല്യാണത്തിന് ശേഷം. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. മദ്രസയിലൊന്നും ഞാൻ പഠിച്ചില്ല, അല്ലെങ്കിൽ പഠിച്ച ദിവസം സ്കൂളിൽ പോയിട്ടില്ല. മറ്റേള് പറഞ്ഞവള് എനിക്കറിയില്ലായിരുന്നോ? ഇവള് വന്നതിന് ശേഷമാണ് ഇത് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാവണേ. അനിയത്തിയൊന്നുമില്ല വീട്ടില്. ഉമ്മ അതൊക്കെ വളരെ തന്ത്രപൂർവ്വം മറച്ചു വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. ഇത്രയും കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന്, ഒരു പെണ്ണിന്റെ കൂടെ ജീവിച്ച അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? ഒരു പെണ്ണ് വളരെ കുറച്ച് സമയമേ പെണ്ണാവുന്നുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവനും ഒന്നുകിൽ അവൾ പെൺകുഞ്ഞാണ്, അല്ലെങ്കിലോ അമ്മയുമാണ്. നിങ്ങളുടെ അനുഭവം വേറെ ആയിരിക്കാം, എനിക്കറിയില്ല. എൻ്റെ അനുഭവം അല്ല. വളരെ കുറച്ച് സമയമേ, കുഴപ്പമില്ല, അമ്മയാ. പെണ്ണിനൊരു ഉണ്ണിക്കിടാവിൻ മുഖശ്രീ. ഒരു പാവക്കുട്ടി കൊടുത്തോക്കൂ. ഞാൻ എൻ്റെ അനുഭവം പറയണ. ഒരു പെണ്ണില്ലേ, വളരെ കുറച്ച് സമയമേ മുതിർന്ന ഒരു പെണ്ണാവുന്നുള്ളൂ. ഇപ്പൊ കാമുകി അല്ലെങ്കിൽ പ്രണയിനി, ഒരു ഭാര്യ എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു വൈകാരിക സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് വളരെ കുറച്ച് സമയമാണ്. പ്രണയിനി ആകുന്നത് പോലും വളരെ കുറച്ച് നിമിഷങ്ങളാണ്. ബാക്കിയുള്ള സമയം മുഴുവനും അവൾ ഒന്നുകിൽ പെൺകുഞ്ഞാണ്. നിങ്ങളുടെ വീട്ടിലെ മോളും വൈഫും തമ്മിൽ വൈകാരിക വിഷയങ്ങളിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അവർക്ക് വേണ്ടത് ഏകദേശം ഒരേ കാര്യമായിരിക്കും. നിങ്ങളെ മോളെ നിങ്ങൾ ഒന്ന് കൊഞ്ചിച്ചു നോക്കൂ, ലാളിച്ചു നോക്കൂ, പുന്നാരിച്ചു നോക്കൂ. ഏറ്റവും അസൂയപ്പെടുന്ന ആരായിരിക്കും? മറ്റേ പെൺകുഞ്ഞാണ്. അതാണ്, അവൾ പെൺകുഞ്ഞാണ്. ഒരു പെൺകുഞ്ഞിന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ അവൾ ആഗ്രഹിക്കുന്നുണ്ടോ?
ബാക്കിയുള്ള സമയം അവൾ എന്താണ്? അമ്മയുമാണ്. കണ്ണിനൊരുണ്ണിക്കിടാവിൻ മുഖശ്രീ, കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ മണ്ണിനു മേലില്ല മറ്റൊന്നുമല്ലീപ്പൊടി പെണ്ണിനുമുണ്ടാ അടങ്ങാത്ത ദാഹം. എന്തൊരു കവിതയാണ്! പെണ്ണിന് ഒരു ഉണ്ണിക്കിടാവിൻ്റെ മുഖശ്രീ, കണ്ണിന് നൽകുന്ന കൗതുകല്ലേ, അതുപോലൊന്നും മണ്ണിനു മേലില്ല മറ്റൊന്നും മല്ലീപ്പൊടി പെണ്ണിനുമുണ്ട് അടങ്ങാത്ത ദാഹം. എന്തിന്? അമ്മ. അമ്മയാണ്. അതുകൊണ്ട് ഒരു ആൺകുട്ടിയുടെ കയ്യിലേക്ക് നിങ്ങൾ ഒരു പാവക്കുട്ടിയെ വെച്ച് കൊടുത്തു നോക്കൂ. പാവക്കുട്ടിയെ കുറച്ച് സമയം കഴിഞ്ഞാൽ അവനതിനെ തോക്കാക്കി മാറ്റും അല്ലേ? എന്നാലൊരു പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു തോക്ക് വെച്ച് കൊടുത്തു നോക്കൂ. കുറച്ച് സമയം കഴിഞ്ഞാൽ അവൾ അതിനെ ഒരു പാവക്കുട്ടിയാക്കിയിട്ട് മാറ്റും. തോളിലിട്ടിട്ട് ഇങ്ങനെ ഉറക്കുന്നത് കാണാം. ആരാ? തോക്ക്. പെണ്ണിനൊരു ഉണ്ണിക്കിടാവിൻ മുഖശ്രീ. അടിമുടിയ അമ്മയാ അമ്മ.